അയ്യോ, എന്റെ മരുമോന്റെ ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ. അവള് പാതി വഴി കളഞ്ഞിട്ട് പോയിട്ട് ഇവനെ പരീക്കുട്ടിയെ പോലെ ആക്കി കളഞ്ഞല്ലോ ദൈവമേ. മരുമോനെ, ആ ശിവാനി നിന്നോട് എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അതുമാത്രമല്ല, ആ ത്രിശൂല് നിന്നിൽ നിന്ന് ഈ വീട്ടിലെ മകനെന്ന സ്ഥാനവും തട്ടിയെടുത്തു. ഇപ്പോഴോ നീ കല്യാണം കഴിക്കാൻ ഉറപ്പിച്ച പെണ്ണിനെ അടിച്ചുകൊണ്ടല്ലേ അവൻ പോയത് എന്റെ ദൈവമേ. ഹലോ ഹലോ ത്രിവിക്രം, കുറെ നേരമായാലോ നീ വിളിക്കുന്നു. എന്തു പറ്റി? അത് എന്താ ത്രിവിക്രം, നിന്റെ ശബ്ദത്തിന് എന്താ ഒരു മാറ്റം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ പ്രശ്നമൊന്നുമില്ല. താനിതെവിടെ ഉള്ളത്? വേറെ എവിടെ പോവാനാ? എന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. എന്തേ? ത്രിവിക്രം, കാര്യം എന്താന്ന് പറ. നത്തിങ്, ഞാൻ വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചോ. താനപ്പോ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? ത്രിവിക്രം, നീ എന്തിനാ ഇത് തന്നെ ചോദിച്ചോണ്ടിരിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുമില്ല, എനിക്ക് തന്നെ ഒന്ന് കാണണമെന്ന് തോന്നി, അങ്ങോട്ട് വരാൻ വേണ്ടി ചോദിച്ചത്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്, വന്നോളൂ. ശരി ശിവാനി, ബൈ. വീട്ടിലില്ല അല്ലട മരുമോനെ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവളൊരു പഠിച്ച കാര്യം കള്ളിയാണെന്ന്. ഈ ഓന്തിനെ പോലെ നിറം മാറുന്നവരെ ഒരു കാരണവശാലും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. വേറൊരു കാര്യം എന്തെന്ന് വെച്ചാ, ഈ ഫോറിനിൽ നിന്ന് വരുന്ന പെൺകുട്ടികളെ കാണാൻ മാത്രമേ ഭംഗി ഉണ്ടാവുള്ളൂ, കൂടെ ജീവിക്കാൻ പറ്റില്ല. അങ്കിളെ, എന്താണ് മരുമോനെ അടുത്തേക്ക് വിളിക്കുന്നത്? ഓ, സങ്കടം വന്നിട്ട് നിനക്ക് എന്റെ ഈ തോളിച്ചാരി നിന്ന് കരയാൻ വേണ്ടിയാണല്ലേ? നിങ്ങൾ എന്താ പറഞ്ഞു? ശിവാനി തൃശ്ശൂരിന്റെ കൂടെ പുറത്തേക്ക് പോയെന്നല്ലേ? ഒരു പാട്ട് പാടിയല്ലോ. കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി പോലും. പിന്നെ ഫോറിൻ പെൺകുട്ടികളെ വിശ്വസിക്കാൻ പാടില്ല. ശിവാനി എന്നെ പറ്റിച്ചിട്ട് പോയി. പിന്നെ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ? ഇത് ലാസ്റ്റ് വാണിംഗ്. ഇനി ശിവാനിയെ പറ്റി എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞ മരുമോനെ, അവള് രാത്രിയില്ലേ? മകളെ, ഇത് ലാസ്റ്റാന്ന് ഞാൻ പറഞ്ഞു. ശിവാനിയെ പറ്റി മോശമായിട്ട് ഇനി ഒരു വാക്ക് പറഞ്ഞ അവൾ അവിടെ വീട്ടിൽ തന്നെ ഉണ്ട്. വീട്ടിലാ? അല്ല, രാത്രിയില് തൃശ്ശൂർ എവിടെ പോയതായിരിക്കും? അവനെ കൂട്ടിക്കൊണ്ടുപോയത് ആരായിരിക്കും? ഈ ലിസ്റ്റ് തൃശ്ശൂരിന്റെ കൈ കൊടുത്തിട്ട് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാൻ പറഞ്ഞേക്ക്. അറേഞ്ച് ചെയ്യാനായിട്ട് അവനിവിടെ ഇല്ല ഡാഡി. നീ എന്താടായി പറയുന്നത്? ഈ സമയത്ത് വീട് വിട്ടവൻ എവിടെ പോവാനാ? അവനുണ്ടാവേണ്ടതാണ്, പക്ഷെ ഇവിടെ ഇല്ല. ത്രിവിക്രമ, വെറുതെ കൺഫ്യൂസ് ആക്കാതെ എന്താ കാര്യം എന്ന് വെച്ചാൽ തെളിച്ചു പറ. തൃശ്ശൂരിനോടെ കാണാനില്ല. കാണുന്നില്ലെന്ന് പറഞ്ഞാൽ എന്താടാ അതിന്റെ അർത്ഥം? തമാശ പറയില്ലേ കൊച്ചുമാരലി? ഐ എം സീരിയസ്. തൃശ്ശൂരിൽ എവിടെയും കാണാനില്ല. അവൻ ഈ വീട്ടിൽ എവിടെ ഇല്ല. എടാ, അവനിത് എവിടെ പോവാനാ? ഒന്നെങ്കിലും വീട്ടിൽ എവിടെയെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ വീടിന് പുറത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. നോ ഡാഡി, എനിക്ക് വല്ലാതെ ഭയം തോന്നുന്നു. തൃശ്ശൂരിൽ എവിടേക്കോ പോയെന്ന് തോന്നുന്നു. അതെങ്ങനെ അറിയാം? അവൻ എവിടെ പോകാനാ സാധ്യത? ത്രിവിക്രമ, അവൻ നിന്നോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഐ മീൻ, പാർട്ടിക്കിടയിൽ നിന്നോട് എവിടേക്കെങ്കിലും പോകുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞിരുന്നോ? അത് പാർട്ടി നടക്കുമ്പോ നിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങളൊക്കെ ഇങ്ങ് പോന്നപ്പോഴും നിങ്ങൾ രണ്ടാളും ഒരുമിച്ചുണ്ടായിരുന്നല്ലോ. അതൊരു കണ്ടിട്ടുണ്ടായിരുന്നോ? ഇനിയിപ്പോ സമ്മതിച്ചേ മതിയാവോ? നിന്നോടായി ചോദിക്കുന്നത്. രാത്രി തൃശ്ശൂരിൽ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? കുറച്ചേരം സംസാരിച്ചിരുന്നു. അവൻ എന്തൊക്കെയോ പറഞ്ഞു. എന്താ അവൻ പറഞ്ഞത്? അവൻ എന്തൊക്കെയോ പറഞ്ഞു. ഒറ്റയ്ക്ക് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. എവിടേക്കെങ്കിലും പോകുന്നതായിട്ട് പറഞ്ഞിരുന്നു? അങ്ങനെയൊന്നും അവൻ പറഞ്ഞില്ല.
വീണ്ടും വീണ്ടും അത് തന്നെ പറയാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. എനിക്കറിഞ്ഞാലേ നിങ്ങളോട് പറയാൻ പറ്റുമോ? മായാങ്കിനെ തൃശ്ശൂരിനെ വിളിച്ചോണ്ട് പോയതറിഞ്ഞ് ഞാൻ തന്നെ ഷോക്കായിരിക്കുക. എന്താ ചെയ്യേണ്ടത് എനിക്കൊരു പിടുത്തമില്ല. ഒന്ന് പറ ത്രിവിക്രം, തൃശ്ശൂർ എന്താ പറഞ്ഞത്? ഡാഡി, തൃശ്ശൂരിനെ കാണാത്ത ടെൻഷനിൽ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. ഐ ലോസ്റ്റ് എവറിത്തിങ്. തൃശ്ശൂർ. ത്രിവിക്രം, കൺട്രോൾ യുവർസെൽഫ്. നന്ദീശ, അവന്റെ റൂമിൽ നോക്കാം നമുക്ക്. എന്തെങ്കിലും വിവരം കിട്ടിയാലോ? ശരി മുതലാളി. തൃശൂർ, നമ്മളെ ആർക്കും അകറ്റാൻ പറ്റാത്ത സ്ഥലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു. നമ്മുടെ ബന്ധം കൂടുതൽ ദൃഢമായി. ഇനി നമ്മളെ തമ്മിൽ അകറ്റാൻ ആർക്കും സാധിക്കില്ല. ഇത്രയും വർഷം നീ അറിയാതെ പോയ പ്രണയം ഇന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം തൃശൂർ. എന്റെ പ്രണയത്തിന്റെ ആഴക്കടലിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകും. ശിവാനി, എനിക്ക് എന്തോ പോലെ തോന്നുന്നു. തലയൊക്കെ കറങ്ങുന്നത് പോലെ. ശിവാനി, എനിക്ക് നീ തൃശ്ശൂലല്ല, ആദിശേഷനാണ്. നാഗലോകത്തെ യുവരാജാവ് ആദിശേഷൻ. ഞാൻ നിന്റെ ശിവാനിയല്ല, ഞാനാണ് മായാങ്കിനി. നാഗലോകത്ത് വെച്ച് ലഭിക്കാത്ത നിന്റെ പ്രണയം തേടി വന്നിരിക്കുന്ന മായാങ്കിനി. ആദിശേഷ, ഇനി നീ സമ്പൂർണമായി എന്റേതാണ്. ഇന്നു മുതൽ നീ എന്റേത് മാത്രമായിരിക്കും. നാഗലോകത്ത് വെച്ച് നീ മനസ്സിലാക്കാതെ പോയ എന്റെ പ്രണയം ഈ മായാദ്വീപിൽ വെച്ച് നിനക്ക് ഞാൻ മനസ്സിലാക്കി തരും. ഇന്നു മുതൽ നിന്റെ ജീവിതത്തിൽ ഞാനാണ് ശിവാനി. നിനക്കിവിടെ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു സാധ്യതയുമില്ല. നമ്മളെ തമ്മിൽ അകറ്റാൻ വേറെ ആരും ഇങ്ങോട്ട് വരാനും സാധ്യതയില്ല. നീ എന്നും എന്റെ സംരക്ഷണത്തിലായിരിക്കും. നാഗലോകത്തിന്റെ യുവറാണി ഇനി ഞാനായിരിക്കും. മുതലാളി, തൃശ്ശൂര് സന്തോഷത്തോടെ ഇവിടെ ഉണ്ടായിരുന്നിട്ടും രാവിലെ നോക്കുമ്പോ കാണുന്നില്ല എന്ന് പറഞ്ഞ അതെങ്ങനെ സംഭവിക്കും? നീ ഒന്ന് ഫോൺ ചെയ്ത് നോക്കി. നോട്ട് റീച്ചബിൾ എന്ന് പറയുന്നേ. ഡാഡി, ഞാൻ പറഞ്ഞില്ലേ അവൻ എങ്ങോട്ടാ പോയിരിക്കുക. മോസ്റ്റ്ലി ഇവിടം വിട്ട് പോയിന്ന് തോന്നുന്നു. എടാ, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട കാര്യം അവനെന്താ? ഡാഡി, എന്താന്നറിയില്ല, പക്ഷെ അവൻ പറഞ്ഞ വാക്കുകള് പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കാതെ അവൻ നിന്നോട് എന്താ പറഞ്ഞെന്ന് പറ. അവൻ എന്തൊക്കെയോ പറഞ്ഞിരുന്നു. ലവ്, മാരേജ്, ചിലപ്പോ ഏതെങ്കിലും പെൺകുട്ടിയായിട്ട്. അങ്ങനൊന്നും ഉണ്ടാവില്ല. തൃശ്ശൂൽ അത്രക്കാരനൊന്നല്ല. വെറുതെ ഊഹിച്ചെടുത്തൊന്നും പറയാൻ നിൽക്കണ്ട. അല്ല, അത് ഞാൻ നടന്നു ഉറപ്പിച്ചു പറഞ്ഞല്ല. അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. ത്രിവിക്രമ, കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ഓരോന്ന് വിളിച്ചു പറയാൻ പാടില്ല. അവനിവിടെ ഇല്ലാതിരുന്നിട്ട് അവനാണല്ലോ സപ്പോർട്ട് മുഴുവൻ. ഇനി ഒരിക്കലും അവനിങ്ങോട്ട് തിരിച്ചു വരാൻ പാടില്ല. നന്ദീശ, നീ റൂം ഫുൾ ഒന്ന് ഡീറ്റെയിൽ അടിച്ചേക്കി. എന്തെങ്കിലും ക്ലൂ കിട്ടിയാലോ? നിങ്ങൾ എത്ര തിരിഞ്ഞാലും ഒന്നും തന്നെ കിട്ടാൻ പോകുന്നില്ല. അല്ല, ഈ പഴയ കാലത്തെ പോലെ ലെറ്റർ എഴുതി വെച്ചിട്ട് അവൻ പോയിന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അവനെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്ന മായാങ്കിനെയാ. അവൾ ഒരു തെളിവും ബാക്കി വെക്കാൻ ഒരു ചാൻസും ഇല്ല. അന്വേഷിക്കുക, നന്നായിട്ട് അന്വേഷിക്കുക.
മുതലാളി, എന്താ നന്ദീശ? ഡാഡി എന്തു പറ്റി? ഒന്നുമില്ല മോനെ. അല്ല, നിങ്ങൾ എന്താ നോക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും കിട്ടിയോ? അല്ല, അത് ഞങ്ങൾ ഇവിടെ നോക്കിക്കൊള്ളാം. നീ താഴെ ചെന്ന് മറ്റുള്ളവരോട് ചോദിക്കുക, അവരോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാമല്ലോ. ശരി ഡാഡി. സമയങ്ങൾ എന്താ, പെട്ടെന്ന് വെക്കാം. എന്താ മുതലാളി ഇതെല്ലാം? പാമ്പിന്റെ പടം റൂമില് ഇതെങ്ങനെ സംഭവിച്ചു? മുതലാളി, രാത്രിയിലെ പാർട്ടിയിൽ നമ്മൾ പാമ്പിനെ കണ്ടു. രാവിലെ നോക്കുമ്പോ തൃശ്ശൂരിലാണെങ്കിൽ കാണുന്നില്ല. ഇപ്പൊ റൂമിലാണെങ്കിൽ പാമ്പിന്റെ പടമുണ്ട്. എന്താ മുതലാളി ഇതിന്റെ അർത്ഥം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ തൃശ്ശൂരിൽ എന്തെങ്കിലും... ചേച്ചേ, തൃശ്ശൂരിനൊന്നും സംഭവിക്കില്ല മുതലാളി. എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നു. ഇത്രയും ദിവസം വീട്ടിൽ പാമ്പിന്റെ ഒരു ശല്യം ഉണ്ടായിരുന്നില്ല, മനസമാധാനം ഉണ്ടായിരുന്നു. ഇതിപ്പോ നാഗലോകത്ത് നിന്നുള്ളവരുടെ വല്ല ഉപദ്രവമാണോ? അവരെങ്ങനെ ഇനി തൃശ്ശൂലിനെ... നന്ദീശ, ഇതിവിടെ ഉള്ളതുകൊണ്ട് എന്താ? ഫസ്റ്റ് ഓഫ് ഓൾ, ഈ പാമ്പിൻ പടം നമ്മളോട് പ്രതികാരം ചെയ്യാൻ നിൽക്കുന്ന പാമ്പില്ലേ, അതിന്റെ ആവാൻ സാധ്യതയില്ല. ഇത് വേറെ ഏതോ പാമ്പിന്റെ ടെക്സ്ചർ തന്നെ വേറെയാ. എന്നാലും നന്ദീശ, ഒന്നാമതേ നിനക്ക് പാമ്പെന്ന് കേട്ട പേടിയാ. അതിന്റെ കൂടെ നീ ഇനി വേണ്ടാത്തൊക്കെ വെറുതെ ചിന്തിച്ചു കൂട്ടണ്ട. തൃശ്ശൂര് വന്നോളൂ, ഉറപ്പായിട്ടും വന്നോളൂ. ഈ പാമ്പിന്റെ പടം എടുത്ത് ഡിസ്പോസ് ചെയ്തേക്ക്. ഞാൻ ഇവിടേക്ക് എങ്ങനെ എത്തി? എന്നെ വിളിച്ചോണ്ട് വന്നത് ശിവാനി. ശിവാനി, ശിവാനി! അയ്യോ, ശിവാനി എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ എവിടെ പോയെന്ന് അറിയില്ല. അവളിത് എവിടെയാ പോയേ? ശിവാനി, ശിവാനി! അല്ല, ഞാൻ ഇവിടെ എങ്ങനെ വീണത്? ആരെങ്കിലും വന്നിനി എന്റെ ബോധം പോകാൻ എന്തെങ്കിലും ചെയ്തിട്ട് ശിവാനി കൊണ്ട് പോയതാണോ? ഇല്ല, എന്റെ ശിവാനിക്ക് ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ശിവാനിക്ക് ഒന്നും സംഭവിക്കില്ല. ശിവാനി, ശിവാനി! നീ ഇവിടെ നിൽക്കായിരുന്നു. എന്നെ അവിടെ ഒറ്റയ്ക്കിട്ടിട്ട് നീ ഇങ്ങോട്ടേക്ക് ഒറ്റയ്ക്ക് വന്നല്ലേ? എന്റെ അടുത്ത് ഒളിച്ചു കളിക്കായിരുന്നു നീ. ഇപ്പൊ ശരിയാക്കി തരാം.
ഏയ് പെണ്ണേ, ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കുക നോക്കട്ടെ. എന്റെ തൃശൂൽ. ശിവാനി, നിന്റെ ശബ്ദത്തിന് എന്ത് പറ്റി? ശബ്ദം എന്തോ മാറിയതുപോലെ. എന്താ തൃശൂൽ? എന്തു പറ്റി? ഞാൻ തന്നെയല്ലേ സംസാരിച്ചത്? നീ തൃശൂര് തന്നെയല്ലേ? ആ, എന്തു പറ്റി തൃശൂൽ? എന്നെ നിനക്ക് കിട്ടിയതും നമ്മുടെ പ്രണയം ഒന്നായതും ഒന്നും നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? അതല്ല, ഞാൻ വേറെ ഏതോ ശബ്ദം കേട്ടതുപോലെ തോന്നി. വെറുതെ തമാശ പറയല്ലേ തൃശൂൽ. ഏയ്, ഞാനതിന് തമാശ പറയുന്നത്. എന്റെ ശിവാനിയുടെ ശബ്ദം എനിക്കറിയാവുന്നതല്ലേ. പക്ഷെ നീ ഇപ്പൊ തൃശ്ശൂർ എന്ന് പറഞ്ഞത് നിന്റെ ശബ്ദമായിട്ട് എനിക്ക് തോന്നിയതേയില്ല. ഞാൻ തന്നെ സംസാരിച്ചത് തൃശൂൽ. നിന്റെ ശിവാനി തന്നെയാണ് ഞാൻ. അതെ, എന്തൊക്കെയാ പറയുന്നേ? തൃശൂലിനെ വീട്ടിൽ കാണുന്നില്ല എന്ന് പറഞ്ഞ എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? തൃശൂൽ ഇന്നലെ രാത്രി വീട്ടിലുണ്ടായിരുന്നല്ലോ. ആ, ഉണ്ടായിരുന്നു. സന്തോഷത്തോടെ ഡാൻസ് കളിക്കുന്നതും കണ്ടതാണല്ലോ. ഇവിടെ ഉണ്ടായിരുന്നവനെ കാണുന്നില്ലെന്ന് പറഞ്ഞാ എന്താ അർത്ഥം? അതെ, അവനെ ഒന്ന് വിളിച്ചു നോക്കിയേ. ഞാൻ കുറെ തവണ ഫോൺ ചെയ്തു. നെറ്റ്വർക്കിൽ എന്തോ തകരാറെന്നാ പറയുന്നേ. ആരും വെറുതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ദമയന്തി, ഇന്നലെ രാത്രി അവൻ നിന്നോടെന്തെങ്കിലും പറഞ്ഞിരുന്നു? ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. പാർട്ടിയിലൊക്കെ അവന് ഭയങ്കര സന്തോഷമായിരുന്നു. അതെ, സന്തോഷത്തിലായിരുന്നല്ലോ. ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ എനിക്ക് ഉറക്കം വന്നപ്പോ ഞാൻ പോയി കിടന്നു. അതുകൊണ്ട് അവൻ എപ്പോഴാ റൂമിലേക്ക് പോയെന്ന് എനിക്കറിയില്ല. ഗോവിന്ദ, യെസ്. വാടാ ഇവിടെ. എന്താ അളിയാ? നീ തൃശ്ശൂരിനെ കണ്ടോ? തൃശൂലിനെയാ? ഓ, ഞാൻ കണ്ടിരുന്നു. എപ്പോ? വെളുപ്പിന്. വെളുപ്പിനെയോ? ഉം. അല്ല, എവിടെ വെച്ചാ നീ അവനെ കണ്ടത്? ഞാനോ? എവിടെയാ കണ്ടത്? ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ. അല്ലേ മരുമോനെ, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതേ ഉള്ളൂ. വെളുപ്പിനെ കണ്ടെന്ന് പറഞ്ഞല്ലേ? വെളുപ്പിനെ കണ്ടെന്നോ? പക്ഷേ ഇപ്പൊ ആകാശത്തേക്ക് നോക്കുമ്പോ സൂര്യൻ അവിടെ കാണുന്നില്ലല്ലോ. ചന്ദ്രൻ അവിടെ കാണുമോ? ഓ, ചിലപ്പോ ചന്ദ്രൻ അവിടെ ഡേ ഡ്യൂട്ടിക്ക് വന്നതായിരിക്കും അല്ലേ? ഗോവിന്ദ, നിനക്ക് തലയ്ക്കൊരു സുഖമില്ലേ? അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം എന്താ? നീ പറയുന്ന ഉത്തരം എന്താ? നീ എന്താ തമാശ കളിക്കുകയാണോ? നോ 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 നോ, ഇവിടെ ആരുടെയും കളികൾ നടക്കില്ല. പരമാത്മാവിന്റെ കളികൾ മാത്രമേ നടക്കൂ. അവൻ അവിടെ ആടും, നമ്മള് കൂടെ ആടും. രാത്രി കുടിച്ചതിന്റെ കെട്ടുവരെ ഇറങ്ങിയില്ലേ? പോയി കിടക്കടാ. ഇത് രാത്രിയിലത്തെ കിക്കല്ല അളിയാ, വെളുപ്പാം കാലത്ത് ആ ശിവാനി തന്ന കിക്കാണ്. നന്ദീശ, നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലും എസ്റ്റേറ്റിലെ പണിക്കാരോടും ഒക്കെ ഒന്ന് വിളിച്ച് അന്വേഷിക്കും. ശരി മുതലാളി. അത് നിങ്ങളുടെ തോന്നൽ മാത്രം. അവൻ തിരിച്ചു വരാൻ ഒരു ചാൻസും ഇല്ല. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയിരിക്കുന്നത്. ത്രിവിക്രം, എന്താ നീ ആലോചിച്ചോണ്ട് നിൽക്കുന്നത്? തൃശ്ശൂല് നിന്നോട് രാത്രിയിൽ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ? അത് ഓർമ്മ വന്നോ? ഇല്ല ഡാഡി, എനിക്ക് ഓർമ്മ വന്നില്ല. ശിവാനിയേടത്തിന്റെ വീട്ടിലേക്ക് എങ്ങാനും പോയിട്ടുണ്ടാവോ? അതിനും ചാൻസ് ഉണ്ട്. ഡാഡി, ഞാൻ ഇപ്പൊ തന്നെ അവിടെ പോയി നോക്കാം. പോയി നോക്ക്. ശരി ഡാഡി. ഹായ് ശിവാനി. ത്രിവിക്രം, നിനക്കെന്നെ കാണാനുള്ള ആഗ്രഹം ഇത്രേ ഉള്ളൂ അല്ലേ? അല്ല, നീ എന്തീ പറയുന്നത്? രാവിലെ ഫോൺ ചെയ്ത് നീ വീട്ടിലുണ്ടോ, എനിക്ക് നിന്നെ ഇപ്പൊ കാണാൻ തോന്നുന്നൊക്കെയാ പറഞ്ഞത്. എന്നിട്ട് കാണാൻ വന്നത് ഈ സമയത്ത്. നീ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇത്ര നേരായിട്ട് നിന്നെ തന്നെ കാത്തിരിക്കുകയെന്നു അറിയോ? ആക്ച്വലി ശിവാനി, തൃശ്ശൂരിനെ കാണാനില്ല. ഓ, താമസിച്ചു വന്നതിന് ഇങ്ങനൊരു കാരണം പറയാണോ? ഞാൻ വിശ്വസിക്കുന്ന പോലെ എന്തെങ്കിലും കാരണം പറ. ശിവാനി, ഞാൻ സത്യം പറയുന്നത്. അവൻ വീട്ടിലില്ല. ഹീസ് ആക്ച്വലി മിസ്സിംഗ്. എന്നിട്ട് വീട്ടിലുള്ള എല്ലാരും ടെൻഷനില്ല. മോർണിംഗ് നോക്കിയപ്പോ അവനെ കാണുന്നില്ല. കഴിഞ്ഞോ?
ത്രിവിക്രം, ഇനിയും ഇങ്ങനെയുള്ള കഥകൾ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കണ്ട. വേറെ ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് വരാൻ താമസിച്ചെന്നങ്ങ് പറഞ്ഞാ പോരെ. അത് ഞാൻ വിശ്വസിച്ചോളാം. ഐ ആം നോട്ട് കിഡിങ്, സീരിയസ്. അവൻ വീട്ടിലില്ല.